ജാവയിലെ ടൈപ്പ് കൺവേർഷൻ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡേറ്റയെ മാറ്റുന്നത്, രണ്ട് തരത്തിലുള്ള കൺവേർഷൻ, ഇംപ്ലിസിറ്റ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ, സ്ട്രിംഗ്സിനെ നമ്പേഴ്സ് ആക്കി മാറ്റുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജാവയിലെ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡേറ്റയെ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നു. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എക്ലിപ്സിലേക്ക് പോകാം. ഇവിടെ എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡ് എഴുതുന്നതിനുള്ള ഘടനയും ഉണ്ട്. ടൈപ്പ് കൺവേർഷൻ എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വേരിയബിളുകൾ സൃഷ്ടിക്കാം. ഇന്റ് a equal to 5, float b equal to a. ഇവിടെ സൃഷ്ടിച്ച രണ്ട് വേരിയബിളുകളിൽ a ഇന്റിജറും b ഫ്ലോട്ടുമാണ്. എന്നിട്ട് ഇന്റിജർ മൂല്യം ഒരു ഫ്ലോട്ട് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഫ്ലോട്ട് വേരിയബിൾ ഇപ്പോൾ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ b. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. അഞ്ച് എന്ന ഇന്റിജർ 5.0 എന്ന ഫ്ലോട്ടായി മാറിയത് കാണാം. ഇത്തരത്തിലുള്ള കൺവേർഷനെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നു. അതിന്റെ പേര് നിർദ്ദേശിക്കുന്നത് പോലെ മൂല്യം സ്വയമേ തന്നെ ഡേറ്റ ടൈപ്പിന് അനുസൃതമായി മാറുന്നു. ഇതേ മാർഗത്തിലൂടെ ഇപ്പോൾ ഫ്ലോട്ടിനെ ഇന്റ് ആക്കി മാറ്റാം. 5 നീക്കം ചെയ്യുന്നു. ഫ്ലോട്ട് b equal to 2.5f. b aയിൽ സ്റ്റോർ ചെയ്തിട്ട് aയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുക. ഇവിടെ ഒരു എറർ കാണുന്നു. എറർ സന്ദേശം ഇങ്ങനെയാണ്: ടൈപ്പ് മിസ്മാച്ച് cannot convert from float to int. അതായത് ഇംപ്ലിസിറ്റ് കൺവേർഷനിൽ intൽ നിന്ന് ഫ്ലോട്ടിലേക്ക് മാറ്റാനേ കഴിയൂ, തിരിച്ച് സാധ്യമല്ല. ഫ്ലോട്ടിനെ int ആക്കി മാറ്റുവാൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി വേരിയബിളിന് മുന്നിലായി ഇന്റ് പരാൻതീസിസിൽ കൊടുക്കുക. ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം വേരിയബിൾ bയിലെ ഡേറ്റയെ ഇന്റ് ഡേറ്റ ടൈപ്പിലേക്ക് മാറ്റിയതിന് ശേഷം aയിൽ സ്റ്റോർ ചെയ്യുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഫ്ലോട്ട് ടൈപ്പിലുള്ള മൂല്യം int ആയി മാറിയത് കാണാം. പക്ഷേ ഡേറ്റ ടൈപ്പിന് അനുയോജ്യമായ രീതിയിൽ ഡേറ്റയിലും മാറ്റം വരുന്നു. ഡേറ്റയെ intൽ നിന്ന് ഫ്ലോട്ട് ആക്കുന്നതിനും എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കാം. ഇന്റ് a equal to 5, float b equal to float a. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ b. ഇവിടെ ഇന്റിജറിനെ ഫ്ലോട്ട് ആക്കാൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇന്റ് മൂല്യം ഫ്ലോട്ട് മൂല്യം ആയി മാറിയത് നമുക്ക് കാണാം. ഒരു ക്യാരക്ടറിനെ ഇന്റിജർ ആക്കുമ്പോൾ
എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇന്റ് a char c equal to സിംഗിൾ quotesനുള്ളിൽ m. a equal to int c. System dot out dot println a. ക്യാരക്ടർ mനെ ഒരു ഇന്റിജർ ആക്കിയിട്ട് മൂല്യം പ്രിന്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് റൺ ചെയ്യട്ടെ. ഔട്ട്പുട്ട് mന്റെ ആസ്കി മൂല്യമായ 109 ആണെന്ന് കാണാം. അതായത് ഒരു charനെ ഇന്റ് മാറ്റുമ്പോൾ അതിന്റെ ആസ്കി മൂല്യം ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് ഇത് ചെയ്തു നോക്കാം. char c equal to ഡിജിറ്റ് 5. സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഔട്ട്പുട്ട് 5 എന്ന സംഖ്യയ്ക്ക് പകരം ക്യാരക്ടർ 5ന്റെ ആസ്കി മൂല്യമായ 53 ആണെന്ന് കാണാം. ആ സംഖ്യ തന്നെ കിട്ടുന്നതിനായി ഒരു സ്ട്രിംഗ് ഉപയോഗിച്ചിട്ട് അതിനെ ഇന്റിജർ ആക്കി മാറ്റണം. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. മെയിൻ ഫങ്ഷൻ വൃത്തിയാക്കുക. ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് s height equal to ഡബിൾ quotesൽ 6, അതായത് heightന്റെ സ്ട്രിംഗ് രൂപം. int h equal to int of s height, അതായത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println h. ഫയൽ സേവ് ചെയ്യുക. ആറ് എന്ന മൂല്യമുള്ള ഒരു സ്ട്രിംഗ് വേരിയബിൾ സൃഷ്ടിച്ചിട്ട് അതിനെ ഇന്റിജർ ആക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു എറർ കാണുന്നു. എറർ സന്ദേശം ഇങ്ങനെയാണ്: cannot cast from string to int. അതായത് സ്ട്രിംഗ്സിനെ മാറ്റുന്നതിനായി ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുവാൻ കഴിയില്ല. അതിനായി മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണം. നമുക്ക് അവ പരിശോധിക്കാം. int s height നീക്കം ചെയ്തിട്ട് ഇന്റിജർ ഡോട്ട് പാർസിന്റ് s height ടൈപ്പ് ചെയ്യുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. മൂല്യം ഇന്റിജറായി മാറ്റുവാൻ വിജയകരമായി സാധിച്ചു എന്ന് കാണാം. ഇതിനായി ഇന്റിജർ മൊഡ്യൂളിലെ പാർസിന്റ് മെത്തോട് ഉപയോഗിക്കുന്നു. 6, 5, 4, 3 എന്നിങ്ങനെ ഒന്നിലധികം അക്കങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. വീണ്ടും സ്ട്രിംഗ് ടൈപ്പിലുള്ള അക്കങ്ങൾ ഇന്റിജർ ആയി മാറുന്നത് കാണാം. സ്ട്രിംഗ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 6543നെ 65.43 എന്ന് മാറ്റുക. ഇപ്പോൾ സ്ട്രിംഗ് ടൈപ്പിലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഇന്റിജർ ആക്കി മാറ്റാം. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇവിടെ ഒരു എറർ കാണുന്നു. അതായത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾക്കൊള്ളുന്ന സ്ട്രിംഗിനെ ഇന്റിജർ ആക്കി മാറ്റുവാൻ സാധിക്കില്ല. ഇതിനെ ഫ്ലോട്ട് ആക്കി മാറ്റണം. അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യമായി ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കണം. രണ്ടാമതായി ഫ്ലോട്ട് ഡോട്ട് പാർസ് ഫ്ലോട്ട് ഉപയോഗിക്കണം.
ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾക്കൊള്ളുന്ന സ്ട്രിംഗിനെ യഥാർത്ഥ ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ആക്കുവാൻ ഫ്ലോട്ട് ക്ലാസ്സിലെ പാർസ്ഫ്ലോട്ട് മെത്തോട് ഉപയോഗിക്കുന്നു. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾക്കൊള്ളുന്ന സ്ട്രിംഗ് വിജയകരമായി ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ആക്കി മാറ്റപ്പെട്ടത് കാണാം. ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷനുകൾ നടന്നത്. അതുപോലെ സ്ട്രിംഗ്സിനെ നമ്പേഴ്സ് ആക്കുന്നത്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് എപ്രകാരം ഡേറ്റയെ ഒരു ടൈപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാം, ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് സ്ട്രിംഗിനെ നമ്പേഴ്സ് ആക്കി മാറ്റുന്നത്, ഒരു അസൈൻമെന്റ് ഇന്റിജർ ഡോട്ട് ടു സ്ട്രിംഗ്, ഫ്ലോട്ട് ഡോട്ട് ടു സ്ട്രിംഗ് എന്നിവയെ കുറിച്ച് വായിച്ചിട്ട് അവ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.